ഹായ് ഫ്രണ്ട്സ്, നമ്മൾ എസ് സി എമ്മിൻ്റെ തിയറി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഈ എസ് സി എമ്മിൻ്റെ ഫുൾ തിയറി ക്ലാസ്സസ് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യണം. അതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഇത് മൊത്തമായിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഇടയ്ക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് തുടങ്ങാൻ പോണത്. ഓക്കെ, അതിൽ തന്നെ 1.1 1.2 അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. 1.1 ആ ചാപ്റ്ററിൻ്റെ പേര്, ഓക്കെ, സബ് ചാപ്റ്ററിൻ്റെ പേര്, അതായത് മെയിൻ ചാപ്റ്ററിൻ്റെ പേര് ഇതാണ്, ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻറ്റ്. ഇതിൽ ഫസ്റ്റ് 1.1 സബ് ടോപ്പിക് എന്ന് പറയുന്നത്, സബ് ചാപ്റ്റർ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഫസ്റ്റ് യൂണിറ്റ് കോൺസെപ്റ്റ്സ് ഓഫ് എസ് സി എം ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് വാല്യൂ ചെയിൻ. ഇതാണ് അതിൻ്റെ ടോപ്പിക്. ഓക്കെ, ബേസിക്കലി നമ്മളുടെ ഏറ്റവും ആദ്യത്തെ പേജസ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ക്ലിയർ അല്ലേ? ശരി, അപ്പോൾ നോക്കിയോ, ഫസ്റ്റ് തന്നെ വാട്ട് ഇസ് എസ് സി എം, എന്താണ് എസ് സി എം, അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മുടെ സബ്ജക്റ്റ് തന്നെ എസ് സി എം അല്ലേ. വാട്ട് ഇസ് എസ് സി എം? അപ്പോൾ എസ് സി എം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യം സ്ട്രാറ്റജി എന്താണെന്ന് അറിയണം. കാരണം സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്നല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്ട്രാറ്റജി എന്താണെന്ന് നോക്കുക. സോ സ്ട്രാറ്റജി, ഞാൻ ഈ ഈ ഹാൻഡ് റിട്ടൺ നോട്ട്സ് നിങ്ങൾക്ക് തരും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിലുള്ള സെയിം സെൻറ്റൻസസ് ആണ്. ഞാനൊന്ന് ഷോർട്ടാക്കിയെന്നേ ഉള്ളൂ. ഈ സെൻറ്റൻസസ് മാറ്റരുത്. ഓക്കെ, ബിക്കോസ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒബ്വിയസ്ലി നമ്മുടെ ഉദ്ദേശം എന്താണ്? തിയറി ക്വസ്റ്റ്യൻ, എസ് സി എമ്മിൻ്റെ തിയറി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റണം. അതാണല്ലോ ഉദ്ദേശം. പ്ലസ് നമുക്ക് എം സി ക്യൂസും ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ തിയറിയിലാണ് നമ്മുടെ ഫോക്കസ്. അപ്പോൾ തിയറി ആൻസർ ചെയ്യണ സമയത്ത് ഒരിക്കലും ആ കീവേഡ്സ് ഒന്നും മാറ്റരുത്. നമ്മൾ വെറുതെ വാട്ട് ഇസ് എസ് സി എം, എസ് സി എം എന്ന് പറഞ്ഞാൽ പല ബുക്കിലും പല ഡെഫിനിഷൻ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഇൻ്റർനെറ്റിൽ അടിച്ച് നോക്കിയാൽ വേറെ ഡെഫിനിഷൻ ഉണ്ടാവും. അതൊന്നും എഴുതിയാൽ മാർക്ക് കിട്ടത്തില്ല. നമ്മളുടെ സി എം എ ഫൈനൽ ടെക്സ്റ്റിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് തന്നെ വേണം. അപ്പം ഞാൻ സെയിം സെൻറ്റൻസസ് ആണ്, പക്ഷെ അത് ഒന്ന് ഷോർട്ടാക്കി നമുക്ക് ആവശ്യമുള്ള പോലെ ആക്കി എടുത്തേക്കുവാണ്. ക്ലിയർ അല്ലേ? പോയിൻറ്റ്സ് ആക്കി നമുക്ക് എളുപ്പത്തിന് പഠിക്കാൻ വേണ്ട രീതിയിൽ എൻ്റെ ഒരു ഹാൻഡ് റിട്ടൺ നോട്ട് ഉണ്ടാക്കിയേക്കുവാണ്. ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് ഹാൻഡ് റിട്ടൺ നോട്ട് ഉണ്ടാക്കിയാൽ അത്രയും നല്ലത്. ഇതെന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ക്ലിയർ അല്ലടാ? അപ്പോൾ ഇത് മാറ്റരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇത് ഇഷ്ടമുള്ള പോലെ ഓൺ വേർഡ്സ് ഒന്നും നോക്കാൻ പാടില്ല. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ വാട്ട് ഇസ് എസ് സി എം? അതിന് മുമ്പ് സ്ട്രാറ്റജി എന്താണെന്ന് അറിയാം. സോ നോക്കിയേ, സ്ട്രാറ്റജി ഈസ് ഡിഫൈൻഡ് ആസ് ഹൗ ആൻ ഓർഗനൈസേഷൻ ക്രിയേറ്റ്സ് വാല്യൂ ഫോർ ഇറ്റ്സ് കസ്റ്റമേഴ്സ് വൈൽ ഡിസ്റ്റിങ്വിഷിങ് ഇറ്റ് സെൽഫ് ഫ്രം ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? Strategy is defined as how an organization creates value for its customers. ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ കസ്റ്റമേഴ്സിന് എങ്ങനെയാണ് വാല്യൂ കൊടുക്കാൻ പോണത്? ഓക്കെ, എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് അതിൻ്റെ കസ്റ്റമേഴ്സിന് വാല്യൂ കൊടുക്കാൻ പോകുന്നത്? അറ്റ് ദ സെയിം ടൈം ഹൗ ഇറ്റ് ഡിസ്റ്റിങ്വിഷ് ഇറ്റ് സെൽഫ് ഫ്രം ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. അതായത് ഇപ്പോൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുവാണ്. ഇപ്പോൾ ഞാനും കോസ്റ്റിങ്ങിന് ക്ലാസ് എടുക്കുന്നുണ്ടാവും, വേറൊരു ഫാക്കൽറ്റിയും കോസ്റ്റിങ്ങിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ടാവും. സോ ഞാൻ എങ്ങനെയാണ് എൻ്റെ കസ്റ്റമേഴ്സ്, അതായത് സ്റ്റുഡൻസ്, ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്റ്റുഡൻസിന് വാല്യൂ കൊടുക്കാൻ പോകുന്നത്? അറ്റ് ദ സെയിം ടൈം എനിക്ക് വേറെ കോസ്റ്റിംഗ് ടീച്ചറിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് നിർത്തണം. അതായത് ഞാൻ ഡിഫറൻ്റ് ആണ് എന്ന് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് തോന്നണമല്ലോ, എന്നാലാണല്ലോ നിങ്ങൾ എൻ്റെ ക്ലാസ് പർച്ചേസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് എൻ്റെ സ്ട്രാറ്റജി എന്താണ്? ബേസിക്കലി കമ്പനീസിന് രണ്ട് സ്ട്രാറ്റജീസാണ് ഉള്ളത്. ഓക്കെ, കമ്പനീസിന് മെയിൻലി 2 സ്ട്രാറ്റജീസ്, ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ 2 സ്ട്രാറ്റജി. വൺ ഇസ് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി ആൻഡ് ദ അതർ വൺ ഇസ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. ഈ രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കണം എല്ലാ കമ്പനിയും ചൂസ് ചെയ്യേണ്ടത്. എയ്തർ ഇറ്റ് ഷുഡ് ബി കോസ്റ്റ് ലീഡർഷിപ്പ് ഓർ ഇറ്റ് ഷുഡ് ബി പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. അതായത് എൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ആയിരിക്കണം. ഒന്നെങ്കിൽ ഞാൻ വേറെ ഫാക്കൽറ്റീസിനേലും കോസ്റ്റ് കുറച്ച് കൊടുക്കണം. അപ്പോൾ കുറേ പേര് എൻ്റെ വാങ്ങിക്കും, ഇത് ചിലവ് കുറവല്ലേ, ഈ ക്ലാസ് ഭയങ്കര എന്താണ്, നമുക്ക് അധികം എക്സ്പെൻസ് ഇല്ലാതെ കിട്ടുമല്ലേ. അങ്ങനെ കോസ്റ്റ് ലീഡർഷിപ്പ് ആവാം. അതായത് ബാക്കിയുള്ള കോസ്റ്റിംഗ് ക്ലാസ്സസിനേലും ഏറ്റവും താഴ്ന്ന കോസ്റ്റിലാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി എനിക്ക് ചൂസ് ചെയ്യാം. ഓർ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളെ ബിലീവ് ചെയ്യിപ്പിക്കണം
എൻ്റെ പ്രൊഡക്റ്റ് ഡിഫറൻ്റ് ആണ്, ഞാൻ പ്രീമിയം പേയ്മെൻ്റ് ആണ് മേടിക്കുന്നത്. സാധാരണ എല്ലാവരും ക്ലാസ്സിന് 5000 വാങ്ങിക്കുമ്പോൾ ഞാൻ 8000 ആണ് വാങ്ങിക്കുന്നത് എൻ്റെ ക്ലാസ്സസിന്. പക്ഷേ എന്നിട്ടും നിങ്ങൾ എൻ്റെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബിലീവ് ദാറ്റ് മൈ ക്ലാസ്സസ് ആർ ഡിഫറെൻറ്റ്. ക്ലിയർ അല്ലേ? പ്രൊഡക്റ്റിനെ എങ്ങനെയെങ്കിലും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് കമ്പനീസിന് ബ്രോഡായിട്ട് 2 സ്ട്രാറ്റജീസ് ഉള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞു. വാട്ട് ഇസ് സ്ട്രാറ്റജി? സ്ട്രാറ്റജി ഈസ് ഡിഫൈൻഡ് ആസ് ഹൗ ആൻ ഓർഗനൈസേഷൻ ക്രിയേറ്റ്സ് വാല്യൂ ഫോർ ഇറ്റ്സ് കസ്റ്റമേഴ്സ്. എങ്ങനെ കസ്റ്റമേഴ്സിന് വാല്യൂ പ്രൊവൈഡ് ചെയ്യും while distinguishing itself from its competitors. And mainly 2 സ്ട്രാറ്റജീസ് ആണുള്ളത്. കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി ഉണ്ട്, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ഉണ്ട്. ക്ലിയർ അല്ലേടാ? ഇപ്പോൾ നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡിഗോ എയർലൈൻസ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. ഇൻഡിഗോ എയർലൈൻസ് അവർ ഫോളോ ചെയ്യണത് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജിയാണ്. സോ ബേസിക്കലി അവരുടെ നമ്മളെപ്പോഴും ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇൻഡിഗോയുടെ പ്രൈസസ് വളരെ ലോ ആയിരിക്കും. ബാക്കിയുള്ള കമ്പനി സെയിം റൂട്ടിൽ ചിലപ്പോൾ ടാറ്റയുടെ ഫ്ലൈറ്റ് ഉണ്ടാവും, വിസ്താരയുടെ ഫ്ലൈറ്റ് ഉണ്ടാവും, അങ്ങനെ പല ഫ്ലൈറ്റ്സും ഉണ്ടാവും. പക്ഷേ ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് ആയിരിക്കും ഏറ്റവും പ്രൈസ് കുറവ്. അപ്പോൾ അങ്ങനത്തെ സ്ട്രാറ്റജീസിനാണ് എന്തെന്ന് പറയുന്നത് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി. ആൻഡ് സെക്കൻഡ് വൺ ഈസ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനിയില്ലേ, അവർ ഫോളോ ചെയ്യണത് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷനാണ്. കാരണം അവരുടെ ഫോണിൻ്റെയൊക്കെ പ്രൈസ് കുറവാണോ? അല്ല, മാർക്കറ്റിൽ ഏറ്റവും പ്രൈസ് കൂടുതലായിരിക്കും അവരുടെ ഫോണിന്, അല്ലേ? ബാക്കിയുള്ള ഫോണിന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആപ്പിളിൻ്റെ പ്രൈസാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ അവർ കുഴപ്പമില്ല, എന്നാലും ആപ്പിളിന് നല്ല സെയിലില്ലേ? എന്തുകൊണ്ടാണ്? കസ്റ്റമേഴ്സ് ആർ വില്ലിങ് ടു പേ പ്രീമിയം പ്രൈസസ് ബിക്കോസ് ദ കസ്റ്റമേഴ്സ് പെർസീവ് ആപ്പിൾസ് പ്രൊഡക്ട്സ് ആസ് ഡിഫറെൻറ്റ് ഫ്രം അതർ കമ്പനീസ്. ബിക്കോസ് കസ്റ്റമേഴ്സ് ആപ്പിളിൻ്റെ പ്രോഡക്റ്റിനെ കാണുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. ബാക്കിയുള്ള ഫോണിൽ കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ടാവും എന്ന് ആ ഡിഫറൻസിയേഷൻ ആപ്പിളിന് കൊണ്ടുവരാൻ പറ്റിയത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ആപ്പിളിന് പ്രീമിയം പ്രൈസ് ചാർജ് ചെയ്യാൻ പറ്റണത്. ക്ലിയർ അല്ലേ? സോ ബേസിക്കലി ദർ ആർ 2 ബ്രോഡ് സ്ട്രാറ്റജീസ്. വൺ ഇസ് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി ആൻഡ് അതർ വൺ ഇസ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. ക്ലിയർ അല്ലോ? ശരി. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ക്വസ്റ്റ്യനിലോട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവരാണ്. വാട്ട് ഇസ് SCM? നമ്മൾ SCM എന്താണെന്ന് നോക്കാനാണ് വന്നത്, അല്ലേ? പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞത് വാട്ട് ഇസ് സ്ട്രാറ്റജിയാണ്. സോ വാട്ട് ഇസ് SCM? SCM ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്നല്ലേ? സോ SCM ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്. കോസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. എന്തിന്? ടു ഇംപ്രൂവ് ദ സ്ട്രാറ്റജിക് പൊസിഷൻ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജിക് പൊസിഷൻ, ഒരു ബിസിനസ്സിൻ്റെ പൊസിഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് അപ്ലൈ ചെയ്യാൻ പോവാണ്. നമ്മൾ പഠിച്ച കോസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്, നമ്മൾ കോസ്റ്റിങ്ങിൻ്റെ ബേസിക്സ് ഇല്ലേ, കോസ്റ്റിങ്ങിൻ്റെ ടെക്നിക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. എന്തിന്? ടു ഇംപ്രൂവ് ദ പൊസിഷൻ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ പൊസിഷൻ ഇംപ്രൂവ് ചെയ്യണം. ആൻഡ് ഓൾസോ ടു കൺട്രോൾ കോസ്റ്റ്. സോ ഇത് രണ്ടുമാണ് ബേസിക്കലി നമ്മൾ ചെയ്യാൻ പോണത് SCMൽ. ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഫോർ വാട്ട്? ഫോർ ഇംപ്രൂവിങ് ദ സ്ട്രാറ്റജിക് പൊസിഷൻ ഓഫ് എ ബിസിനസ് ആൻഡ് ടു കൺട്രോൾ ദ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ. പിന്നെ SCMൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട്. അപ്പോൾ അത് ഒരു പോയിന്റ്. സെക്കൻഡ്, SCM ഓൾസോ ഇൻവോൾവ്സ് യൂസിങ് കോസ്റ്റ് ഇൻഫർമേഷൻ ഫോർ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചതല്ലേ SCMൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഇല്ലേ, നമ്മുടെ ചാപ്റ്റർ 3 ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ SCMൽ എന്തും വരുന്നുണ്ട്. SCM ഓൾസോ ഇൻക്ലൂഡ്സ് യൂസിങ് കോസ്റ്റ് ഇൻഫർമേഷൻ ഫോർ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി കോസ്റ്റ് ഇൻഫർമേഷൻ ഉപയോഗിക്കുക. ഓക്കെ, കോസ്റ്റ് ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് പല പല ഡിസിഷൻസ് എടുക്കുക. നമ്മൾ ആ ചാപ്റ്റർ 3 ഡിസിഷൻ മേക്കിംഗ് ചാപ്റ്ററിൽ ഒരുപാട് ഡിസിഷൻസ് എടുക്കാൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതും SCMൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് ബൈ യൂസിങ് കോസ്റ്റ് ഇൻഫർമേഷൻ. ആൻഡ് വാട്ട് ഈസ് ദ എയിം ഓഫ് SCM? എന്താണ് SCMൻ്റെ എയിം? സോ the aim of SCM is to enable an organization to achieve sustainable competitive advantage. അപ്പോൾ ഒരു ഓർഗനൈസേഷന് അതിൻ്റെ കോമ്പറ്റീഷൻ്റെ മുകളിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ഗെയിൻ ചെയ്യണം. ഓക്കെ, എന്നാലാണ് ഓർഗനൈസേഷന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മാർക്കറ്റിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. സോ വൺ ഓഫ് ദ എയിം ഓഫ് SCM is to enable an organization to achieve sustainable competitive advantage. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അച്ചീവ് ചെയ്യണം.
അതിനുവേണ്ടി ഒരു ഫേമിനെ എനേബിൾ ചെയ്യണം, ആ ഫേമിനെ ഹെൽപ്പ് ചെയ്യണം. അതും SCMൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഫേംസിനെ ഹെൽപ്പ് ചെയ്യും, എങ്ങനെ ഒരു ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യും? രണ്ട് രീതിയിലാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ദർ ആർ ടു സ്ട്രാറ്റജീസ്, either ത്രൂ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഓർ ത്രൂ കോസ്റ്റ് ലീഡർഷിപ്പ്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രാറ്റജീസൊക്കെ ഉപയോഗിച്ച് ഒരു ഫേമിന് എങ്ങനെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നേടാം, അതിന് ഹെൽപ്പ് ചെയ്യലും, അതാണ് SCMൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. സോ എയിം ഓഫ് ദി SCM is to enable an organization to achieve sustainable competitive advantage. എങ്ങനെ? ഹൗ? ത്രൂ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ആൻഡ് കോസ്റ്റ് ലീഡർഷിപ്പ്. ഈ സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഓർഗനൈസേഷന് അതിൻ്റെ കോമ്പറ്റീഷൻ്റെ മുമ്പിൽ അഡ്വാൻറ്റേജ് നേടണം, കോമ്പറ്റീഷനേലും കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം, കോമ്പറ്റീറ്റേഴ്സിനേലും നന്നായിട്ട് ഇതിന് പെർഫോം ചെയ്യണം നമ്മൾ ഓർഗനൈസേഷന്. അതിനെ ഹെൽപ്പ് ചെയ്യുക, അതിനെ എനേബിൾ ചെയ്യുക എന്നതാണ് SCMൻ്റെ എയിം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? ശരി, നെക്സ്റ്റ്, സ്റ്റേജസ് ഓഫ് SCM. ഓക്കെ, വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് SCM? സോ SCMന് 4 സ്റ്റേജസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിത് എല്ലാം തിയറിയാണ്, നമ്മുടെ ടെക്സ്റ്റിലെ ഓർഡറിലാണ്. നിങ്ങളിപ്പോൾ ടെക്സ്റ്റ് മുമ്പിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഓർഡറിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ബേസിക്കലി നിങ്ങൾ ടെക്സ്റ്റ് വായിച്ച് പഠിക്കുമ്പോൾ ഒരു ഹെൽപ്പ്, അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്ന് ഷോർട്ട് നോട്ട്സ് ഒക്കെ ആക്കി തരിക. നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഇരുന്ന് ജസ്റ്റ് ഹെഡ്സെറ്റ് വെച്ച് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റാം, അങ്ങനെയെങ്കിലും പഠിക്കാം തിയറി, അതാണ് നമ്മുടെ ഉദ്ദേശം. സോ SCMന് 4 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ്, ഫോർമുലേഷൻ ഓഫ് സ്ട്രാറ്റജീസ്. ഈ സ്ട്രാറ്റജീസ്, നമ്മളിപ്പോൾ പറഞ്ഞ സ്ട്രാറ്റജിയൊക്കെ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഫോർമുലേറ്റ് ചെയ്യണം. കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി ആണോ, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ആണോ, എന്താണ് നമ്മൾ ചെയ്യാൻ പോണത്? സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുക. സെക്കൻഡ്, കമ്മ്യൂണിക്കേറ്റ് ദീസ് സ്ട്രാറ്റജീസ് അക്രോസ് ദ എൻറ്റയർ ഓർഗനൈസേഷൻ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനോടും അറിയിക്കുക, നമ്മളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കോസ്റ്റ് ലീഡർഷിപ്പാണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷനാണ് നമ്മുടെ സ്ട്രാറ്റജി. അപ്പോൾ മാർക്കറ്റിംഗ് ടീമിനെയൊക്കെ അറിയിക്കണം, അല്ലേ? നമ്മൾ മാർക്കറ്റിംഗ് ടീമിനോടൊക്കെ പറയണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി എന്നാണ്. മാർക്കറ്റിംഗ് ടീം അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കാൻ പോണത് നമ്മളുടെ പ്രൈസ് ലോ ആണെന്ന് പറഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ലല്ലോ, അത് കോൺഫ്ലിക്റ്റ് ആവൂലേ? സോ വാട്ട് ഈസ് ദ സ്ട്രാറ്റജി? അത് നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഫോർമുലേറ്റ് ദ സ്ട്രാറ്റജി, സെക്കൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് സ്ട്രാറ്റജി, തേർഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ടാക്ടിക്സ് ടു എക്സിക്യൂട്ട് ദ സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ആവണ്ടേ? അതിന് ഭയങ്കര ചെറിയ ചെറിയ ബേസ് സ്റ്റേജിൽ നിന്ന് നമ്മൾ തുടങ്ങണം. അപ്പോൾ നമ്മൾ പല പല ടാക്ടിക്സും പല പല ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ഓക്കെ, സോ അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ടാക്ടിക്സ് ടു എക്സിക്യൂട്ട് ദ സ്ട്രാറ്റജീസ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത സ്ട്രാറ്റജീസ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, അതിന് വേണ്ടി നമ്മൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ടാക്ടിക്സും ഗ്രൗണ്ട് ലെവൽ മുതൽ അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇംപ്ലിമെൻറ്റ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് വൺ, കൺട്രോളിങ് ദ ആക്ടിവിറ്റീസ് ടു ട്രാക്ക് ദി അച്ചീവ്മെൻറ്റ്. നമ്മൾ ഇത് കുറേ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്തില്ലേ, അത് അച്ചീവ് ചെയ്തോന്ന് മെഷർ ചെയ്യണ്ടേ? അങ്ങനെ മെഷർ ചെയ്യണ ആ പ്രോസസ്സിനെയാണ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും വെദർ നമ്മളെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് പോണത്, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതെല്ലാം കറക്റ്റായിട്ടാണോ, നമ്മൾ ഉദ്ദേശിച്ച പോലെയാണോ എന്നുള്ള ഇതൊക്കെ മെഷർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക. അതാണ് നമ്മളുടെ ലാസ്റ്റ് സ്റ്റേജ്. സോ ബേസിക്കലി 4 സ്റ്റേജ് ഉണ്ട് SCMന്: formulation of strategy, communication to all departments, implementation of tactics, and controlling the activities to track the achievement. So these are the 4 stages of SCM. Clear അല്ലേടാ? Okay.